ഇയാൾ ആ ടീച്ചറെ അടുത്ത് സംസാരിച്ചോ? എന്നിട്ട് കൊടുക്കുക. ഇവള് തമിഴ് മിസ്സിനെ ഇവള് ക്ലാസ് മിസ്സിനെ വിളിച്ചിട്ട് നമ്പർ ചോദിക്കാൻ വെച്ചിട്ടാണ് വിളിച്ചത്. അവർ തരാൻ മടിച്ചു. പക്ഷെ ഈ കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞു. ഇതൊക്കെ നടന്ന ട്രോമ ആലോചിക്കാനും പോലും സമയം തരില്ല. അപ്പോഴേക്കും മേലെ അടിക്കുക ചെയ്യുന്നത്. രാത്രി വാങ്ങിച്ചോടനെ രണ്ടെണ്ണടുത്തും കൂടെ പോയില്ല എന്നും നാളെ കളിപ്പിക്കണേ. നിങ്ങൾക്കൊരു മാല വാങ്ങി തരട്ടെ? എനിക്ക് അങ്ങനത്തെ ഒരു മുത്തുമാല വാങ്ങി തന്നാണ്. നല്ല വില ഉണ്ടാവും സാധനത്തിന്. അത് 4-5 ലക്ഷം ഉറുപ്പിക മുതലായി. അമ്മമ്മ അതൊന്നും വേണ്ടട്ടോ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇനി ഏതെങ്കിലും കാലത്ത് ഗവൺമെൻറ് ഇതിൻ്റെ മുകളിൽ കൂടെ കോൺക്രീറ്റോ ടാറോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടി വളരെ സ്മൂത്തായി. ഇതിൻ്റെ മുകളിൽ ഈ മണ്ണിട്ടിട്ട് ഹൈറ്റ് കൂട്ടുന്ന പരിപാടിയൊന്നും അവർ ചെയ്യില്ല. ഒരു പോംവഴി ഇല്ലാത്ത പരിപാടിയാണിത്. കാരണം ഇവരുടെ ഡ്രൈനേജ് വെള്ളം വരാനായിട്ട് വേറെ വഴിയേ ഇല്ല. ഇതിപ്പോൾ ഇനി അവർ ഈ റോഡ് മുറിച്ച് ചാലി കയറി ഇപ്പുറത്തെ പറമ്പിലേക്ക് വീടും. ഉള്ള പറമ്പ് മൊത്തം ഇവർ വീട് വെച്ചിരിക്കുകയാണ്. കാത്തി നിൽക്കട്ടെ അമ്മ, ഓടി ഓടി വരണേ. എന്താ സങ്കടം? എന്തിനെ സങ്കടം? എന്താണ് ചൊത്തെ സങ്കടം? എന്തിനെ സങ്കടം? എന്തിനെ ചൊറ്റുമണിക്ക് സങ്കടം? സങ്കടം വെയിലില്ലല്ലോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെ എവിടെ വെയില് വരൂല്ലേ? അപ്പൊ നോക്കാം. തൽക്കാലം എങ്ങനെ ഇട്ടിട്ട് പോവാം. അവർക്ക് ബുദ്ധിയുണ്ടേ. വെയില് വരുത്ര കേട്ടോ. വെയില് വരില്ല. വെയില് വരുന്ന മഴ പെയ്യുന്ന പോലെയാണുള്ളത്. താട്ടയുടെ സ്വത്തനെ ഉറക്കം കാണുന്നില്ല. സ്വത്തെ ഉറക്കം മതിയായിട്ടില്ല നമ്മുടെ സ്വത്തിനെ. അങ്ങനെ 9:15 വാഗൂട്ടിനെ കൊണ്ട് കൊണ്ടാക്കി തിരിച്ചു വന്നപ്പോഴേക്ക് അമ്മ ഇപ്പോഴാ കാപ്പി കുടിക്കാൻ പോകണം. എപ്പോൾ ഇറങ്ങിയാലും ശരി, വാഗുട്ടീനെ അവിടെ എത്തിക്കണ സമയത്ത് പിള്ളേർ അസംബ്ലിക്ക് ലൈന് നിൽക്കുകയായിരിക്കും. ആ ടൈമിൽ നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുള്ളൂ. എത്രയായാലും അതിനകത്തൊരു മാറ്റമില്ല. ആദ്യം തന്നെ സ്കൂളിലേക്ക് എത്തണം എന്ന് വിചാരിക്കും, എത്താറില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മൂനെ കൊണ്ട് ഇതെല്ലാം കൂടി റെഡിയാക്കാൻ പറ്റണ്ടേ. രാവിലെ എണീറ്റിരുന്ന് ചോറുണ്ടാക്കുന്നു, കൂട്ടാനുണ്ടാക്കുന്നു, ഉപ്പേരി ഉണ്ടാക്കുന്നു, പിന്നെ കുട്ടിയുടെ ദോശ കാര്യങ്ങൾ, കുട്ടിയുടെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ എൻ്റെ തലയിലും തീരണില്ല. എന്താ ചെയ്യാം? ചീത്ത കേൾക്കന്നെ, വേറെ വഴിയൊന്നുമില്ല. ഇതിൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, വെള്ളം നിറയുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അയാളവിടെ പണിയെടുക്കാണ്, ഇടയ്ക്കിടയ്ക്ക് ഓണാക്കി ഓഫാക്കി നോക്കാണ്. അതുകൊണ്ടാണ് ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നത്. എന്താ മോട്ടർ ഇങ്ങനെ കംപ്ലൈന്റ് ശരിയാവില്ലല്ലോ. മൂപ്പരിപ്പോഴും അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുക. അത് ഊരി കൊണ്ടുപോയി നേരാക്കിയിട്ട് തിരിച്ച് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഊരി കൊണ്ടുപോയിട്ട് റിപ്പയർ ചെയ്യാനാണ് പ്ലാന്. എന്തായാലും അവിടുന്ന് ഊരി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് കൊണ്ടുപോയിട്ട് റെഡിയാക്കി കൊണ്ടുവരികയായിരിക്കും. 1:50 ഇപ്പോഴാണ് നമ്മുടെ ലഞ്ച്. അമ്മ ഇപ്പോഴാണ് കുളിച്ചിട്ട് വരുന്നത്. എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ? ഒന്നുമില്ല. വെള്ളക്കാപ്പുളിയുണ്ട്, ജിഞ്ചോൾ ഉപ്പേരി ഉണ്ട്, അച്ചാറുണ്ട്. ഇത്ര കുട്ടീനെ കൂട്ടിയിട്ട് വരട്ടെ. 3:10 അയാൾ ഇനി വന്നിട്ടില്ലല്ലോ കറണ്ടിന്റെ സാധനം ശരിയാക്കാൻ, മോട്ടറിന്റെ മീറ്റർ. ആള് എന്താ അങ്ങോട്ട് പോയി? അയാൾ ഇനി എപ്പോഴാണ് വരുന്ന? 1 മണിക്കൂർ കൊണ്ട് വരുന്ന പറഞ്ഞത്. ഇനി വൈകുന്നേരം രാത്രി വരേക്കുള്ള വെള്ളം ഉണ്ടാവും ടാങ്കിൽ. അത് കഴിയുമ്പോൾ ആളെത്തിയിട്ടില്ലെങ്കിൽ എല്ലാവരും പേപ്പർ എടുത്ത് തുടച്ചോളി. അതാ നടക്കാൻ പോണത്. അമ്മു, ആ ഫാൻ നന്നാക്കാൻ ആള് വരുന്നുണ്ട് കേട്ടോ. പറഞ്ഞാ ചില കുത്തു നോക്കാം. ഇതിപ്പോ ഈ സാധനം നേരാക്കാനേ നോക്കട്ടെ. ആകെ 2 ഉള്ളൂ. ഓക്കെ, വാവ കഴിച്ചോട്ടോ, അച്ഛന് വേണ്ട. രാത്രി വാങ്ങിച്ചോടനെ രണ്ടെണ്ണടുത്തും കൂടെ പോയില്ല എന്നും നാളെ കളിപ്പിക്കണേ. അച്ഛൻ 2 എടുത്തോട്ടെ. 2 തരുവോ അച്ഛന്? 2 തരുവോ അച്ഛന്? 2 അച്ഛന് തരുവോ? ബക്കറ്റിലുണ്ട്. ഇനിയുണ്ട്, വേറെ ഉണ്ട് വാവേ. ശരിയായി. ശരിയാ? ഇത് ശരിയാക്കിയാ? ഇപ്പൊ ഫുൾ സ്പീഡിൽ ഓടുവോ? വേണ്ട, ഇട്ട് കഴിഞ്ഞാൽ അച്ഛനൊന്നും കേൾക്കില്ല. വ്ളോഗില് പിന്നെ പറഞ്ഞൊന്നും കേൾക്കില്ല. മുത്തുമണിയെ ആ ലൈറ്റ് ഇട്ടാ. ആയി സൂപ്പറായല്ലോ. പക്ഷെ എ സിയുടെ തണുപ്പ് തന്നെ അത്യാവശ്യത്തിനുണ്ട് അല്ലേ? എന്താ നിങ്ങൾക്കൊരു മാല വാങ്ങി തരട്ടെ? എനിക്ക് അങ്ങനത്തെ ഒരു മുത്തുമാല വാങ്ങി തന്നാണ്. നല്ല വില ഉണ്ടാവും സാധനത്തിന്.
അതിന്റെ അല്ലേ ആ അത് 4-5 ലക്ഷം ഉറുപ്പിയുടെ മുതലായിരുന്നു. അമ്മമ്മ അതൊന്നും വേണ്ട കേട്ടോ. അതൊന്നും വേണ്ട. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നിങ്ങൾക്ക് ദോശ വേണോ? എന്നാ ഒന്ന് കയറ്റിലിടാതെ ഒന്നും അതെ 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 അതെ. അങ്ങനെ വേണ്ട. അത്ര 300-400 വേണ്ട. നിങ്ങൾക്കേ ദോശ ഇപ്പൊ വേണോ? എന്താ ഇപ്പൊ ദോശ ഉണ്ടാക്കണം? എന്തിനാ കാര്യമില്ലല്ലോ. കുറച്ചുണ്ട്, അരിദോശ ഉണ്ട്, കാര്യമായിട്ടില്ല. പാത്രത്തിൽ ലക്ഷം ഉണ്ട്, ഉണ്ടാക്കി തരട്ടെ? വേണ്ട വേണ്ട. അരിദോശ ഉണ്ട്. അപ്പം ഇനി എനിക്ക് വൈകുന്നേരം വേണ്ടേ, നാളെ രാവിലേക്കും വേണ്ടേ? അവിടുന്ന് ഉണ്ടാവുക. അതല്ലാതെ വേറെ ഉണ്ടോ? ഞങ്ങള് ഇപ്പൊ ഇടുവോ? എന്നാ ഞാൻ പോയിട്ട് നാളെ രാവിലെ അരച്ചിട്ട് വരാം. ഞാൻ നിങ്ങൾക്ക് എന്നാലേ പച്ചദോശ അരച്ചിട്ട് തരാം. അയ്യേ, അത് ഒറ്റയ്ക്ക് അതും വേണ്ട. പച്ചദോശ എല്ലാവർക്കും തികയില്ല എന്ന് എഴുതിയിട്ട് അമ്മ വേണ്ട എന്ന് പറയും. പക്ഷെ വിശന്നിട്ട് എത്ര നേരം ഇരിക്കും? നമുക്ക് ഉണ്ടാക്കി കൊടുത്തല്ലേ പറ്റുള്ളൂ. ഉണ്ടാക്കി കൊടുക്കട്ടെ. അമ്മയ്ക്കുള്ള ദോശയും മുട്ടയും ഉണ്ടാക്കി കൊടുക്കട്ടെ. നാളെ നാളികേര ചമ്മന്തി ഉണ്ടാക്കാൻ, ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിരവിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ദോശയോ ഇഡ്ഡലിയോ പ്ലസ് നാളികേര ചട്നി ആയിരിക്കും. ഇയാൾ ആ ടീച്ചറെ അടുത്ത് സംസാരിച്ചോ? സംസാരിച്ചു. ഏത് ഹാമസിന്റെ അടുത്തോ? അല്ല, പിന്നെ ആരുടെ അടുത്തോ? താമസ് പറഞ്ഞു നാളെ പറയുന്നത്. മിസ്സിന്റെ നമ്പർ കിട്ടിയില്ല. എന്നിട്ട് കൊടുക്കുക ഇവള് തമിഴ് മിസ്സിനെ, ഇവള് ക്ലാസ് മിസ്സിനെ വിളിച്ചിട്ട് നമ്പർ ചോദിക്കാൻ വെച്ചിട്ടാണ് വിളിച്ചത്. അവർ തരാൻ മടിച്ചു. പക്ഷെ ഈ കാര്യങ്ങൾ മൊത്തം ഞാൻ പറഞ്ഞു. ഇവർക്ക് നടന്ന ട്രോമ. അപ്പോൾ ഞാൻ അടി വാങ്ങിക്കാനല്ല പോണ്, ഞാൻ ഇപ്പോൾ സ്കൂളിൽ പോകണം, അടി വാങ്ങിക്കാനല്ലേ എന്നൊക്കെ പറഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ട്. ഉറക്കത്തിലൊക്കെ സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദിവസം അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു സ്കൂളിൽ പോകാൻ. അപ്പോൾ പഴയ ട്രോമയ്ക്ക് വിടണ്ടെന്നാണ് എനിക്ക്. അവളുടെ മനസ്സിൽ അത്ര ഇതായിട്ട് അത് ഉള്ള കാരണമല്ല ഇത് പറയണത് എന്ന് ചോദിച്ചു. ശരിയാണ്, ഞാൻ തന്നെ അവരോട് നാളെ പറഞ്ഞോളാം. മാത്രമല്ല കറസ്പോണ്ടൻറ്റ് ഇതായിട്ട് പറഞ്ഞത് ഇങ്ങനെ വാ, ഞാൻ ശരിക്കും പറയണമെങ്കിൽ ഇതാവുണ്ട്, ഹിൻഡ്രൻസ് ആയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പോ, ട്യൂഷന് സമയം, ട്യൂഷൻ എടുക്കാൻ പോവാം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ കാണിക്കണേ? തുറുവാർപ്പാപ്പ ഇത് ഇന്ന് മുഖത്തിൽ ക്ലോസപ്പ് എടുക്കണ്ട, മേക്കപ്പും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ കറസ്പോണ്ടൻറ്റ് ആരെയും അടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെറൈറ്റി കോളോ അടിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവൾ ഫസ്റ്റ് മലയാളത്തിലായിരിക്കും അത് ആദ്യം ഇത് ചെയ്യുക. എന്നിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുമ്പോഴേക്കും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് ആലോചിക്കാനും പോലും സമയം തന്നില്ല, അപ്പോഴേക്കും മേലെ അടിക്കുക ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി. ലാംഗ്വേജ് ഇഷ്യൂസ് ഒരുപാടുണ്ട്. ആ പേടിയിൽ ഇനി അവൾ ഫുള്ളായിട്ട് മിങ്കിളാവാമെന്നും ഇനിയും ആയിട്ട് നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അതെ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ ഇൻഫോം ചെയ്തോളാന്ന് പറഞ്ഞു. അവരെ ക്ലോസ് ഫ്രണ്ടാണ് മറ്റേ ഹേമ. പറഞ്ഞോളൂ. അമ്മുവിൻ്റെ ട്യൂഷൻ ക്ലാസ് നടക്കുന്നുണ്ട്, കുട്ടിയുടെ ഹോംവർക്ക് നടക്കുന്നുണ്ട്, എല്ലാം കൂടി ഒരുമിച്ചാണ്. ഇവരുടെ ഫസ്റ്റ് ഡിന്നർ കഴിഞ്ഞതാണ്. ഇതിൽ കോമഡി എന്താണെന്നറിയോ? 5 മണിക്ക് വന്നിട്ട് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞതാണ്. നമ്മുടെ മോട്ടറിൻ്റെ ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, ആ സ്വിച്ച് കൊടുത്ത് സൗണ്ട് വരുന്ന കാരണം ആ സാധനം 5 മണിക്ക് വന്നിട്ടില്ല, 6 മണിക്ക് വന്നിട്ടില്ല, 7 മണിക്ക് വന്നിട്ടില്ല, ഇപ്പോൾ 8 മണി കഴിഞ്ഞു. ഇന്നും വരുന്നിട്ടില്ലെങ്കിൽ പണി കിട്ടും. നാളേക്ക് രാവിലെ ഒക്കെ അവർ വരണം, ഫിറ്റ് ചെയ്ത് തരണം ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട്. കാരണം ടാങ്കിനകത്ത് അതിന് മാത്രം വെള്ളം ഉണ്ടായിരിക്കില്ലല്ലോ, 3-4 പേര് ഉപയോഗിക്കുന്നതല്ലേ. കുറച്ച് മുമ്പ് വലിയ സൂചി 9, ചെറിയ സൂചി 5-ലായിരിക്കണേ. മുകളിലത്തെ വലിയ സൂചി 9, ചെറിയ സൂചി 4. സാധാരണ ഒരു കല്ലിലാണ് ഉണ്ടാക്കാറ്. ഇന്നിപ്പോൾ 2 കല്ലിലും കൂടി ഉണ്ടാക്കിയെങ്കിലേ പരിപാടി കഴിയുള്ളൂ. അത് 2 പേർക്കും വേണം, പെട്ടെന്ന് വേണം, വിശക്കുന്നുണ്ട്. മാത്രമല്ല നേരത്തെ കിടന്ന് ഉറങ്ങുകയും വേണം. കാരണം നേരത്തെ എണീക്കണം. ഇല്ലെങ്കിൽ വാക്കുട്ടിനെ നേരത്തെ എണീക്കൽ വലിയൊരു ചടങ്ങാണ്, നടക്കലില്ല, ഭയങ്കര പാടാണ്, കഷ്ടപ്പാടാണ്, ആൾ എണീക്കത്തേ ഇല്ല. 2 പേർക്കും മുട്ടയും അതേപോലെ തന്നെ ദോശയൊക്കെ കൊടുത്ത് അവരിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൾക്ക് പാലുണ്ടാക്കി കൊടുക്കണം വാവക്കുട്ടിക്ക്. അമ്മൂൻ്റെയും വാവക്കുട്ടിയുടെയും ദോശ കഴിക്കലൊക്കെ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമയം വന്ന് 10 മണിയാവാറായി. നേരത്തെ എണീക്കേണ്ട വാവക്കുട്ടിക്ക് ഉറക്കം വരില്ലേ? എന്ത് ചെയ്യും? അച്ഛാ രാവിലെ നേരത്തെ വിളിക്കുകയും ചെയ്യും ചോത്തനെ. രാവിലെ 12 മണിക്ക് വിളിച്ചോ? രാവിലെ 12 മണിക്ക് ഇപ്പോൾ പോണ്ടേ? അപ്പം നേരത്തെ വിളിക്കണ്ടേ? 6:30ക്ക് കഴിക്കാണ്. നാളെ വിളിക്കാം. നാളെ സ്കൂളിൽ പോകുന്നുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി വരച്ചു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. അതുകൊണ്ട് വേണം. ബൈ.